ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പഴനി മധുര രാമേശ്വരം യാത്രയുടെ 2ാം ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് പുട്ട്, പൂരി, കറി ഇതൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാവരും തന്നെ ഓൺ ടൈമിന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പഴനിയിൽ നിന്നും നമ്മൾ ചെക്കൗട്ട് ചെയ്ത് രാമേശ്വരത്തേക്ക് പോവുകയാണ്. എല്ലാവരും അവരവരുടെ ലഗേജ് ഒക്കെയായി ബസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴനിയിൽ നിന്നും പുറപ്പെട്ട് ദിണ്ടിഗൽ ജില്ലയുടെ സമൃദ്ധമായ കൃഷിത്തോട്ടങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര ആരംഭിച്ചു. സ്റ്റാർട്ടിംഗ് സെഷനിലെ ആദർശാണ് മൈക്ക് കൈകാര്യം ചെയ്തത്. രാവിലെ ഞാൻ രണ്ടുപേരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈഎസ്പിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോയിക്കാണ്. ഭക്ഷണം കഴിക്കുന്നവരെ കാണുന്നില്ല. പിന്നെ എനിക്കറിയാം രാവിലെ ഒരു വാക്കുണ്ട് ഇവർക്ക്, മോർണിംഗ് വാക്ക്. പിന്നെ അതുകൊണ്ട് വരുമെന്ന് ഉറപ്പായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണ്? രാമേശ്വരം. നമ്മള് നേരെ പോയി രാമേശ്വരം ഒരു 3 മണി, 3:30, 4 മണിക്ക് എത്തുന്ന വിചാരിക്കും. 4 മണി മാക്സിമം. തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറെ വീതിയുള്ളതൊക്കെയാണ്. 4:30 മണിക്ക് രാമേശ്വരം ധനുഷ്കോടിയുടെ എൻട്രി ക്ലോസ് ആവും. അപ്പൊ നമുക്ക് അവിടെ 16 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അവിടുത്തെ ബസ്സിലാണ് നമ്മൾ പോകട്ടോ. ഈ ബസ് അങ്ങോട്ടേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള 2 ബസ്സിലായിട്ടാണ് നമ്മൾ പോവുക. തമിഴ്നാട്ടില് ഇപ്പോൾ മഴയുടെ സീസണാണ്. നല്ല ഗ്രാമീണ കാഴ്ചകളാണ് ഇരുവശത്തും. പാടങ്ങളും കൃഷി സമൃദ്ധിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഈ യാത്രയിൽ. യാത്രയുടെ രാവിലത്തെ സമയം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ തന്നെ എല്ലാവരെയും എൻഗേജ് ചെയ്യാനും എനർജറ്റിക് ആക്കുവാനും വേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് കണ്ടെത്താനും ആ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മൾ കടന്നത്. യാത്രയുടെ വിജയത്തിന് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡും സമീപനവും വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ എല്ലാവരും വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ 2ാം ദിവസത്തെ യാത്ര അതിന്റെ ആ ശരിയായ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. സാരഥി സനീഷേട്ടൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ വ്യാപൃതനാണ്. ബസ്സിലെ ആക്ടിവിറ്റികൾ നടക്കുകയാണ്, പാട്ടും മറ്റൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ രാമേശ്വരത്തേക്കുള്ള യാത്രയിൽ ഒരു ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടി നിർത്തിയാണ്. ചായ കുടിക്കുന്നുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ രാമേശ്വരത്തേക്ക് എത്താമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ യാത്രകളിൽ ടോയ്ലറ്റ് ബ്രേക്കിനായിട്ട് പെട്രോൾ പമ്പുകളെയാണ് ആശ്രയിക്കാറ്. അവിടെ തന്നെ ഒരു ടീ ഷോപ്പും ഉള്ളതിനാൽ കുറച്ചു പേർക്കൊക്കെ, ചായപ്രേമികൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്. നമ്മുടെ സാരഥി സനീഷേട്ടനും വിനീഷേട്ടനും ഈ ചായപ്രേമികളുടെ ഗണത്തിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഫ്രഷൊക്കെ ആയി തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. രാമേശ്വരത്തേക്കുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ മധുര വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വശങ്ങളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർഡ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഇപ്പോ നമ്മുടെ ബസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ആ നിങ്ങൾ വിളിച്ചതിന്റെ ഓർമ്മ മാർക്ക് അറിയാറേ. ഞാൻ പറയില്ല പഴയ പാട്ടിന് കിട്ടില്ല. ഭവ്യൊക്കെ ഭവ്യ ജനിച്ചിട്ടില്ലെന്ന് കിട്ടൂല. ടീച്ചർക്ക് സ്കോപ്പ് ഇല്ല, ഇത് കിട്ടുന്നില്ലേ? ഇത് ഞാൻ കിട്ടൂല നമ്മളെ കിട്ടി കിട്ടി കിട്ടി. ഭവ്യക്ക് സാധ്യതയില്ല. ഓക്കെ, പാട്ടേതാണ് പാട്ടേതാണ് കായാമ്പൂ കണ്ണിൽ വീടരും. ആ ഇടാ പ്രീത ടീച്ചർ ടീച്ചറല്ല പങ്കെടുക്കല്ലോ അതാ. അങ്ങനെ ഉച്ചഭക്ഷണത്തിനായി നമ്മുടെ ബസ് നിർത്തി നമ്മുടെ ടീം ഉച്ചഭക്ഷണത്തിന്റെ കാര്യങ്ങള് സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ടീം സെറ്റായി കഴിഞ്ഞു. എല്ലാവരും തന്നെ എന്താ ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. വിനീഷേട്ടനും നിധിയും മിഥുനും ആദർശും പ്രസൂണേട്ടനും സനീഷേട്ടനും ഒക്കെ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം രാമേശ്വരത്തേക്കുള്ള യാത്ര തുടർന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാവരും പൂർണ്ണമായ വിശ്രമത്തിലായിരുന്നു. കാഴ്ചകൾ ചിലരൊക്കെ കാണുന്നുണ്ടായിരുന്നു, ചിലരൊക്കെ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ നമ്മള് പാമ്പൻ പാലത്തിലേക്ക് എത്തി. പാമ്പൻ പാലം നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായിരുന്നു. രാമനാഥപുരം ജില്ലയെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലമാണ് പാമ്പൻ പാലം. ഇപ്പോ പാമ്പൻ പാലത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടുന്ന റെയിൽവേ പാതയുമാണ് നമുക്ക് ഇടതുഭാഗത്തായി കാണാൻ പറ്റുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാലമാണ്. ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടൽപ്പാലമാണെന്നാണ് തോന്നുന്നത്. ആദ്യം മുംബൈയിലെ പാലമാണ് ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. ഈ കാണുന്നത് സ്ലൈഡിംഗ് ബ്രിഡ്ജ് ആണ്, പുതുതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിന്റെ നടുക്കായിട്ട് പഴയ പാമ്പൻ പാലത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ വൈകുന്നേരത്തെ ഷെഡ്യൂള് ധനുഷ്കോടി ആയതിനാൽ പോകുന്ന യാത്രയിൽ ബസ്സിൽ ഇരുന്നു കൊണ്ടാണ് പാമ്പൻ പാലത്തെ നമ്മൾ വീക്ഷിച്ചത്. മടക്ക യാത്രയിലാണ് ഇവിടെ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. അബ്ദുൽ കലാം സാറിന്റെ സ്മൃതി മന്ദിരാണ് ഈ കാണുന്നത്. ഇതൊക്കെ നാളത്തെ പ്ലാനിലാണ് ഉള്ളത്. അങ്ങനെ നമ്മള് രാമേശ്വരത്ത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അങ്ങനെ വിജയേട്ടനും പ്രമീലേച്ചിയും റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. യാത്രക്ക് തയ്യാറെടുക്കുകയാണ്. നമ്മുടെ രാമേശ്വരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി, ഇന്നത്തെ സായാഹ്നം ധനുഷ്കോടിയിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ധനുഷ്കോടിയിലേക്ക് പോകുന്ന ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിറകില് നമ്മളെ ഗസ്റ്റിനെ കാണാം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഇവിടെ. ഇവിടെ നിന്ന് 17 കിലോമീറ്റർ ദൂരാണ് നമുക്ക് ധനുഷ്കോടിയിലേക്കുള്ളത്. ധനുഷ്കോടിയിൽ നമ്മൾ കാണാൻ പോകുന്നത് അരച്ചൽ മുനൈ, അതുപോലെ തന്നെ ധനുഷ്കോടി ബീച്ച്, സുനാമിയിൽ തകർന്നിട്ടുള്ള ചർച്ചുകള്, മെഡിക്കൽ കോളേജുകള്, പഴയ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ധനുഷ്കോടിയിൽ കാണുന്നുണ്ടാവുക. അതിനുശേഷം കോദണ്ഡരാമ ടെമ്പിൾ കണ്ടിട്ട് അബ്ദുൽ കലാം സാറിന്റെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് ഒരു ലൈറ്റ് പർച്ചേസ് ആവശ്യമുള്ളവർ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം തിരിച്ചുകൂടെ വരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. ഇപ്പോ പോവാം. നമ്മളൊരിക്കലും എന്താവരുത്, മൈൻഡ് ആബ്സെന്റ് ആവരുത്. ഈ ഒരു ടൈമില് എന്താ പറയാ, ആക്റ്റീവായിട്ടുണ്ടാവുക. ധനുഷ്കോടിയിലെ ഓരോ കാഴ്ചകളും കാണുക.
ഹൃദയത്തിലേക്ക് ഒപ്പിയെടുക്കുക. ചെറിയ ചെറുപ്പക്കാരാണ്. രാമേശ്വരം ടൗണൊക്കെ കഴിഞ്ഞ് ധനുഷ്കോടി റൂട്ടിലേക്ക് നമ്മൾ എൻ്റർ ആയി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ധനുഷ്കോടിയിലേക്കുള്ളത്. ആദ്യം നമ്മൾ പോയത് കോദണ്ഡ രാമ ക്ഷേത്രത്തിലേക്കാണ്. കോദണ്ഡ രാമക്ഷേത്രത്തിന്റെ മുൻപിലുള്ള വഴികളിലൂടെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് നടക്കുകയാണ്. കോദണ്ഡരാമക്ഷേത്രം വിഭീഷണനെ ശ്രീരാമൻ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ഇവിടെ വെച്ചാണ് എന്നുള്ളതാണ് ഐതിഹ്യം. കോദണ്ഡരാമക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ നേരെ അരച്ചൽ മുനയിലേക്കാണ് പോയത്. അരച്ചൽ മുനയിലേക്ക് പോകുന്ന വഴി നമ്മുടെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. 2 വണ്ടികളിലായിട്ടാണ് നമ്മൾ പോയത്. ധനുഷ്കോടിയിലേക്കുള്ള നമ്മുടെ യാത്ര അങ്ങനെ നമ്മുടെ ദിവാകരന്റെ പാട്ടോടുകൂടി ആവേശഭരിതമാവുകയാണ്. ചുറ്റുപാടും കടല് മാത്രമാണ്. വലത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടത് ബംഗാൾ ഉൾക്കടലും. അങ്ങനെ അങ്ങ് നേരെ അരച്ചൽ മുനയിലേക്കുള്ള റോഡിന്റെ ആ ഒരു കാഴ്ചയും നമുക്ക് കാണാം. കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. ധനുഷ്കോടി എന്നാൽ വില്ലിന്റെ അറ്റം എന്നാണ് അർത്ഥം. സീതയെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ശ്രീരാമൻ തന്റെ വില്ലിന്റെ അറ്റം കൊണ്ട് രാമസേതുവിന്റെ ഒരറ്റം മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഐതിഹ്യം. 1964 സുനാമിയിലും കൊടുങ്കാറ്റിലും പെട്ട് ഈ ധനുഷ്കോടി നഗരം അപ്പാടെ ഇല്ലാതാവുകയായിരുന്നു. ഇപ്പം ഏതാനും മുക്കുവ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേത നഗരം എന്നും ഈ ഒരു ധനുഷ്കോടി അറിയപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ധനുഷ്കോടിയിലെ അരച്ചൽ മുനയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് 18 കിലോമീറ്റർ മാത്രമാണ് ദൂരമെന്നാണ് അറിയാൻ കഴിഞ്ഞത്, പറഞ്ഞു കേട്ടത്. അതുപോലെ തന്നെ രാമസേതു ഇവിടെ സമുദ്രത്തിനടിയിലാണ്. ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല. ബോട്ടിലൊക്കെ പോയാൽ മാത്രമേ കാണാൻ പറ്റുമെന്നും അങ്ങനെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ധനുഷ്കോടിയിലെ അരച്ചൽ മുനയിലെ ഒരു സായാഹ്നം ഇന്ന് ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കാണ്. കാണാം. വെള്ളം ഉണ്ടാവില്ല. അരച്ചൽ മുനയിൽ എത്തിയതിനു ശേഷം അവിടെ എല്ലാവർക്കുമായി നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അരച്ചൽ മുനയില് നമ്മുടെ അശോക സ്തംഭത്തിന്റെ ഒരു സ്റ്റാച്യു ആണ്. ചുറ്റുപാടും കടലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ട് നമുക്ക് അരച്ചൽ മുനയെ കാണാം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ധനുഷ്കോടിയുടെ ഏറ്റവും തെക്കേ അറ്റമായ അരച്ചൽ മുനയിലാണ് നമ്മളുള്ളത്.
നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഇതാ ചെറുപ്പക്കാരെ ഇവിടെ കാണാം. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് അല്ലെ? എക്സൈറ്റഡ് ആണോ? എന്നാൽ നിങ്ങളെ എക്സൈറ്റ്മെന്റ് ഒന്ന് സൗണ്ടിൽ കാണിക്കോ. ഒന്നൂടെ. ധനുഷ്കോടിയിലേക്ക് അരച്ചൽ മുനയിൽ നിന്ന് നമ്മൾ യാത്രയായി. സുനാമിയും കൊടുങ്കാറ്റും തകർത്ത ഒരു നഗരത്തിന്റെ അവശേഷിപ്പ് കാണുവാനായി. അവിടെ നമ്മൾ ആദ്യം പോയത് ഒരു ചർച്ചിലാണ്. സുനാമിക്കും കൊടുങ്കാറ്റിനും മുമ്പ് ഏറെ സജീവമായി നിലനിന്നിരുന്ന ഒരു ആരാധനാ കേന്ദ്രം. അതിന്റെ ഇപ്പോഴത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയുടെ ബാക്കി പത്രമായി ഈ ഒരു ചർച്ച് ഇവിടെ നിലകൊള്ളുന്നു. ചുറ്റുപാടും സമുദ്രമാണെങ്കിലും അവിടെ ശുദ്ധജലം നൽകുന്ന ഒരുപാട് ചെറിയ കിണറുകളുണ്ട്. അവിടെയുള്ള വെള്ളം നമ്മുടെ കൂടെ വന്നവർക്ക് ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കുകയാണ്. ധനുഷ്കോടി ബീച്ചിന്റെ കാഴ്ചകളാണ്. ഏറെ സജീവമായി നിലനിന്നിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവശേഷിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് തൊട്ടടുത്തായി ചെറിയ ഒരു ക്ഷേത്രം. അത് പിന്നീട് വന്നതായിരിക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക്. ആ യാത്ര അവിടെ നിന്നും നമ്മൾ നേരെ അബ്ദുൽ കലാം സാറിന്റെ വീട്ടിലേക്കാണ് പോയത്. കലാം സാറിന്റെ വീട്, അതിന്റെ 1ാമത്തെ നിലയിൽ അബ്ദുൽ കലാം സാറിന് കിട്ടിയ ട്രോഫിയും അതുപോലെ അദ്ദേഹത്തിന്റെ അംഗീകാരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു മ്യൂസിയമാണ്. അതിന്റെ മുകളിലും തൊട്ടടുത്തുമായിട്ട് കുറെ പർച്ചേസ് സെന്റേഴ്സ് ആണ്. ശേഷം റൂമിൽ തിരിച്ചെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ രാത്രി ഭക്ഷണം കഴിച്ചു. ഇതോടെ ഇന്നത്തെ കാഴ്ചകൾ തൽക്കാലം വിരാമമാവുകയാണ്. നാളെ അടുത്ത വീഡിയോയിൽ രാമേശ്വരം ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയൊക്കെ കാണാം. താങ്ക് യു സോ മച്ച്.